പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിശബ്ദതയുടെ ശനിയാഴ്ചയാണ്, ഹോളി സാറ്റർഡേയാണ്. ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നിങ്ങളെല്ലാവരെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. നിശബ്ദതയുടെ, കണ്ണുനീരിൻ്റെ, നെടുവീർപ്പിൻ്റെ, പ്രാർത്ഥനയുടെ, ധ്യാനത്തിൻ്റെ ഒരു ദിവസമാണ്. കർത്താവിൻ്റെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ്. ഉദ്ധിതനായ കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ 3 കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഏത് ബന്ധനമാണെങ്കിലും ശരി, കർത്താവിന് സമർപ്പിച്ച മക്കളെ, നിങ്ങളുടെ വിവാഹം നടക്കാൻ വെച്ച പ്രാർത്ഥിക്കുക. പഠന തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക. വലതുകാലം നഷ്ടപ്പെട്ട മകന് ഉള്ള മാനസിക സംഘർഷങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വീടിൻ്റെ വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിരന്തരമുള്ള പ്രതിസന്ധി മാറിക്കിട്ടാനും ജോലി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുക. PG കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിദേശത്ത് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വീട് പണി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മദ്യപാനം വീട്ടിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കലഹങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്ഥലം വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പൈശാചിക ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭർത്താവിൻ്റെയും ജീവിത പങ്കാളികളുടെയും അന്യ ബന്ധങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിശബ്ദതയുടെ ദിനത്തില് ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന തിരുവചനം 19-ാമത്തെ അധ്യായം തന്നെ, യോഹന്നാന്റെ സുവിശേഷം 41 മുതലുള്ള വചനങ്ങളാണ്. 41-42. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു. യഹൂദരുടെ ഞെരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപസ്ഥായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവ് കല്ലറക്കുള്ളില മക്കളെ. കല്ലറ നമ്മുടെ സകലവിധ പീഡകളുടെ കല്ലറയാണ്. നമ്മുടെ സകലവിധ ദുഃഖങ്ങളുടെ കല്ലറയാണ്. നമ്മുടെ ആദിവ്യാധികളുടെ കല്ലറയാണ്. നമ്മൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കല്ലറയാണ്. ഇതാ കല്ലറ തുറക്കപ്പെടാനുള്ള അത്ഭുത നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, മാറാനാഥ 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 കം ലോർഡ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത നിമിഷത്തില് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിശബ്ദതയുടെ ദിവസങ്ങളില് ചെറിയ കാറ്റായി, ചെറിയ താലോടലായി, ചെറിയ അനുഗ്രഹമായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ. പ്രാർത്ഥനയുടെ ദിവസത്തില്, വിശുദ്ധിയുടെ ദിവസത്തില്, അനുഗ്രഹത്തിന്റെ ദിവസത്തില് ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ വന്ന് ബലപ്പെടുത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ പരിശുദ്ധ മരണത്തിന്റെ അസംഖ്യ ശത്രുക്കളെ, അന്ധകാരത്തിന്റെയും ദുഷ്ടതയുടെയും രാജകുമാരന്മാരായ പിശാചുക്കളെ, സകല നുണയന്മാരുടെയും പിതാവേ, എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടത് കൈയുടെ വേദനകളെയും മുറിവുകളെയും അവിടുത്തെ നിന്നൊഴുകിയ വിലയേറിയ തിരുരക്തത്തിന്റെയും ശക്തിയാൽ നിങ്ങളെ ഞാൻ ഈ മക്കളിൽ നിന്ന് വിടുവിക്കുക. ഈ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ശക്തിയാൽ സകലവിധ തിന്മയുടെ അരൂപികളോട് ഞാൻ കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഈ നിമിഷം വിട്ടുപോ. തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിങ്ങളെ ബന്ധിക്കുന്നു.
കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ശാസിക്കുന്നു, നിങ്ങളെ ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഈ ദൈവമക്കളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറാൻ ഉച്ചാടനം ചെയ്യുന്നു. കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക്, ആ കല്ലറയുടെ അടിയിലേക്ക്, പാതാളത്തിലേക്ക് നിങ്ങളെ അട്ടിപ്പായിക്കുന്നു. ഇനിമേൽ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് ക്രൂശിതനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എഴുതി അയക്കുന്ന, വാട്സപ്പിലൂടെയൊക്കെ അയക്കുന്ന, അല്ലെങ്കിൽ ഈ കമന്റ് ബോക്സിലിടുന്ന 3 നിയോഗങ്ങളെ വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പാതിരാത്രിയിലെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഉയർക്കപ്പെടുന്ന അത്ഭുത നിമിഷത്തില് ആ 3 നിയോഗങ്ങള് കർത്താവ് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മക്കളെ, നമ്മൾ കാത്തിരിക്കുന്ന കർത്താവായ യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തിയാ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമോചനം കിട്ടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.